നമുക്ക് നോക്കാം. ഈ ഇറാൻ ഇസ്രായേൽ വാർ അവസാനം അമേരിക്ക ഇടപെട്ടു. ഗ്ലോബലായിട്ട് ആർക്കാണ് ഗെയിൻ ചെയ്തത്? കാരണം ആർക്കും ഈ വാറെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നേട്ടം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം അതിനകത്ത് ആർക്കാണ് ഗെയിൻ കിട്ടിയത്? അതായത് വാറ് കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് ലോകത്ത് പലയിടത്തും വാർ നടക്കുന്നുണ്ട്. ഇന്നും റഷ്യ ഉക്രൈൻ വാറിനകത്ത് ആരാ ഗെയിൻ ചെയ്ത് ആരാ ലൂസായെന്ന് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ 7 2023 ഇസ്രായേൽ ഹമാസ് വാർ നടന്നു. അപ്പം അതിൻ്റെ ഒരു പരിസമാപ്തി നമ്മൾ കണ്ടു. എങ്ങനെയാണത് തീർന്നത്, എങ്ങനെയാണ് തീരാൻ പോകുന്നത്? അവസാനം ഇറാനിൽ വന്നു നിന്നു, അവസാനം അമേരിക്ക ഇടപെട്ടു. ഇപ്പം ഇതെൻ്റെ ഒരു അനാലിസിസാണ് ഈ സംഭവം. അമേരിക്ക 14 ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നീട് ഏകദേശം 30ഓളം ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചു. അത് വിമാനവാഹിനി കപ്പലിൽ നിന്നല്ല, അന്തർവാഹിനി എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെയാണ് അമേരിക്കൻ പെൻറ്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനവാഹിനിയല്ല. അതായത് ഹോർമൂസിൻ്റെ അടുത്ത് വന്നിട്ട് അതൊരു ഫയർ ചെയ്തിരിക്കുന്നത് നാഥൻസിലും ഇൻഷിഫാലിലും. നമ്മൾ നോക്കാം, ഈ 14 ബോംബ് കൊണ്ട്, ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് അമേരിക്ക യുദ്ധം നിർത്തി. 12 ദിവസം വാറ് നിന്നു. അപ്പം ആർക്കാണ് നേട്ടമുണ്ടായത്?